മോനെ ഈ മനുവിൻ്റെ വീട് ഏതാ? മനുഷ്യൻ്റെ വീട് എടാ മനുഷ്യൻ്റെ വീട് മനുഷ്യൻ്റെ വീടിൻ്റെ ഇതിന് മേളിലാണ്. മേളിൽ യെസ് കമിൻ. എടാ മനു, എടാ എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്? രാജീവ് അകത്തുവാ. ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ആരെയും ഫേസ് ചെയ്യാതിരിക്കാനാണ് ഇത്രയും ദൂരം മാറി ഞാൻ മുറിയെടുത്തത്. ഇപ്പം അതിന് നീ കണ്ടുപിടിച്ചു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്ര ദൂരം വന്നത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ നീ മറന്നു. എനിക്ക് വേണ്ട ആരുടെ സ്നേഹമൊന്നും. ഐ ഡോണ്ട് വാണ്ട് ടു സീ എനിവൺ മോർ. എന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ മതി. എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് റീബിൽഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. എടാ ഒരു മിനിറ്റ്, നീ ദേഷ്യപ്പെടല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടി വന്നിട്ടുണ്ട്. ഞാൻ അവനെ അകത്തേക്ക് വിളിച്ചോട്ടെ, എന്നിട്ട് നീ ദേഷ്യപ്പെട്ടു. ആരേത്? നീ നോക്കിക്കോ. ഡാ വാ. റിറ്റോ. എടാ രാജീവ്, എല്ലാം അറിഞ്ഞിട്ടും നീയും കൂടി എന്നാ? സോറിടാ, ഒരു സോറി പറഞ്ഞാൽ തീരില്ലെന്നറിയാം, പക്ഷെ അതങ്ങനെ സംഭവിച്ചു. റിറ്റോ മതി, നിർത്തി. കൂടുതലൊന്നും പറയണ്ട. ഇത്രയും വർഷമായി. എനിക്കിപ്പോൾ ആരോടും ദേഷ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഗസ്റ്റാണ്. ഫ്ലാസ്കിൽ ചായ ഉണ്ട്. ലെറ്റ്സ് ടേക്ക് സം ടീ. നീ ആകെ മാറിപ്പോയി. കോളേജിൽ പഠിക്കുമ്പോൾ എന്ത് രസമായിരുന്നു. നീ എല്ലാത്തിനും നല്ല ആക്റ്റീവായിരുന്നു. ഇപ്പോൾ നീ ഭയങ്കര സീരിയസ് ആയ പോലെ തോന്നുന്നു. ഏഴ് വർഷമല്ലടാ ആ ലൈഫ് നമ്മൾ വിട്ടുപോയിട്ട്. ഒരു പേരിനില്ലാത്ത സ്റ്റോറി പോലെ. കോളേജ് ഡേയ്സും ഫ്രണ്ട്ഷിപ്പും പിന്നെ എക്സാംസ്. പക്ഷെ എക്സാംസോടെ ബ്രേക്ക് ആയില്ല. അപ്പോൾ ദിവ്യ അവളെനിക്ക് നഷ്ടപ്പെട്ട ആ ദിവസം മാർച്ച് 24. എടാ എനിക്ക് മറക്കാൻ പറ്റൂടാ ആ ദിവസം. പാട്ട് നിർത്തിയില്ലടാ പുല്ലേ. ഒന്ന് പോടാ അവിടെ നിന്ന്. 6ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ പാട്ട് കേൾപ്പിക്കുന്നത്. ഇതെൻ്റെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജാണ് ഈ പോണത്. അവൻ്റെ ഒരു ദിവ്യ. അളിയാ, എനിക്കൊരു കാര്യം അറിയാം. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടിരുന്നൊരു പ്രത്യേകതരം പാതിരക്കാരൻ. നീ എന്നാ ന്യൂമ്പോളിക്ക് പഠിക്കണതാണ്. നീ കോപ്പിയടിയൊന്നും നിർത്താവോ? സ്വന്തമായിട്ട് ഇറക്കാൻ വല്ലോണ്ടെങ്കിൽ വല്ലതും ഇറക്കാം. എന്നാ പിന്നെ സംഭവം ഇറക്കാം. എടാ ദിവ്യയുടെ ചിരി നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ ദിവ്യ ചിരിക്കുമ്പോണ്ടല്ലോ ഒരു ചുവന്ന റോസാപ്പൂവിന്റെ ഇതളുകൾ വിടുന്ന ഭംഗി പോലെ അവള് ചിരിക്കും. എടാ നീ ഉപമിക്കലൊന്നും നിർത്താം. എന്താ കുഴപ്പം? നീ അന്ന് ഉപമിക്കാൻ വേണ്ടി സ്റ്റേജിൽ ഫ്രഷേഴ്സ് ഡേക്ക് കയറിപ്പോയപ്പോഴാണ് എല്ലാവരും കൂടി നിന്നെ കൂടി വിളിച്ചത്. ഓർമ്മയുണ്ട്? അത് ഓർമ്മയുണ്ട്. അതല്ലേ ദിവ്യനെ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നി. അതെപ്പോഴും അങ്ങനെ. അതുകൊണ്ടല്ല എടാ,
അവളെ വളയ്ക്കാൻ ഞാൻ 3 വർഷം എടുത്ത്, എനിക്ക് ഓർമ്മയുണ്ട. എന്നിട്ടും അവള് വളഞ്ഞില്ലല്ലേ? അതൊക്കെ ബ്രോ, അവൾക്ക് വേണ്ടിയാണ് അന്ന് ആർട്സ് ക്ലബ് പ്രോഗ്രാമിന് സ്റ്റേജിൽ ഡാൻസ് പരിപാടിയൊക്കെ ചെയ്തത്. പിന്നെയല്ലേ മനസ്സിലായത് അവളുടെ വീക്ക് പോയിന്റ് അതൊന്നുമല്ല, പഠിത്തമാണെന്ന്. പിന്നെ ഒരു റാങ്ക് ഹോൾഡറിനെ പോലെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വന്നില്ലേ മച്ചാനെ? അത് കുഴപ്പമില്ലടാ, അവള് കാരണം ഒരു നല്ല കാര്യം നടന്നല്ല. രാജീവേ, എന്താണ്? പക്ഷേ പ്രശാന്താണ് പണിയിരുന്നത്. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് പറഞ്ഞു, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം, ഡിഗ്രിക്ക് കോളേജിൽ ടോപ്പറിൽ മാത്രമേ അവള് പ്രണയിക്കുള്ളൂ, ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുള്ളൂ. അതിന് പ്രശാന്ത് നീയും തമ്മിലല്ലേ കോളേജിൽ ടോപ്പ് ആവാനും ദിവ്യനെ കിട്ടാനുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത്? പിന്നെന്താ? കോമ്പറ്റീഷൻ തീരുന്നവരെ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളതെന്നാണ് ദിവ്യ പറഞ്ഞത്. അതെനിക്കറിയാലോ. പിന്നെ പ്രശാന്തിൻ്റെ കാര്യം, ഫസ്റ്റ് ഇയർ എനിക്ക് മാർക്ക് കുറവാണെങ്കിലും സെക്കൻഡ് ഇയർ അവനേക്കാൾ മാർക്ക് ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് ഇയർ എക്സാം ഇപ്പോൾ നടക്കുന്നു. ആക്ച്വലി ശരിക്കുള്ള മത്സരം ഇനിയാണ് നടക്കാൻ പോകുന്നത്. നാളെ ലാസ്റ്റ് എക്സാമാണ്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സ്റ്റാറ്റിക്സ് എക്സാമിന് പ്രശാന്തിൻ്റെ മെട്രിക് സെറ്റ് പോയെന്ന് അറിയാൻ കഴിഞ്ഞു. എൻ്റെ ഭാഗ്യം, എൻ്റെ ഫുൾ മാർക്ക് എനിക്ക് കിട്ടും, എല്ലാം ശരിയാണെങ്കിൽ. ആണോ? അപ്പം എന്തായാലും നിനക്ക് ദിവ്യ കിട്ടുമല്ലോ. വിത്ത് ഗോഡ് ഗ്രേസ് ഇറ്റ് വിൽ ഹാപ്പൻ. നാളത്തെ എക്സാം കഴിഞ്ഞാൽ പിന്നെ റിലാക്സ്ഡ് ആണ് ബ്രോ. നാളെ തിയറി എക്സാം ആയതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടൻസി മാത്രമേ കുറച്ച് പേടിയുണ്ടായിരുന്നു. അമ്മയ്ക്ക് പ്രാണവേദന, മോൾക്കൂടെ വീണവായന. എന്താണ് കാര്യം ഇപ്പം ആ പ്രോഗ്രാം മെൻഷൻ ചെയ്തത്? എന്താണെന്ന് ടിറ്റോ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എടാ ടിറ്റോ, എടാ നീ മനുവിൻ്റെ ബെഞ്ചിലല്ലേ ഇരിക്കണത്? നിനക്ക് എക്സാമിന് അവൻ്റെ നോക്കി എഴുതിയാൽ പോലെ, നീ എന്തിനിങ്ങനെ കട്ട് പീസ് വെച്ചിങ്ങനെ എഴുതണം? എടാ സ്ക്വാഡ് ഒന്ന് പൊക്കിയാറുണ്ടല്ലോ, 5 കൊല്ലത്തേക്ക് ഡീവാർ ചെയ്യും, അറിയോ? ഞാൻ ആദ്യമായിട്ടല്ലേ പണിക്കിറങ്ങണേ. ഈ റിറ്റോ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ സക്സസ് ആയിട്ട് തിരിച്ചു വരും. പിന്നെ സ്ക്വാഡ് അവർ വരാമെന്നുണ്ടെങ്കിൽ അത് നൈസായിട്ട് വരിപ്പോഴാണ് വഴി, എനിക്കറിയാം. അപ്പോൾ ഓക്കെ, അപ്പം നാളത്തെ എക്സാം വിളിക്കാനായിട്ട് എല്ലാവർക്കും കൂടെ കാണാം, എന്നിട്ട് എല്ലാവർക്കും കൂടെ അടിച്ചു വിളിക്കാം. അതുകൊള്ളാം, നിനക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ടല്ലേ നീ ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കണത്. നാളെ ഞങ്ങളുടെ എക്സാം തീരും മോനെ, ഫ്രീ മൈൻഡ് ആവും മോനെ. ശരി മോനെ, അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് മച്ചാ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്നാ കാണാം. നാളെ കാണാം. രാജീവേ, എടാ മനു വന്നോ? ഇല്ല, എന്താടാ? മനു വന്നില്ലല്ലോ. അതെ, ഒരു മുട്ട പണിയിട്ടടാ. മനു വന്നില്ലല്ലോ. എടാ എന്താ പ്രശ്നം? അതെ, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ വന്ന കാര്യേ മനുവിനോടെ അല്ല വേണ്ട, അവനോട് പറയണ്ട. അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഓക്കെ, പിന്നെ കാണാം, ബൈ. എടാ എക്സാം എങ്ങനെ ഉണ്ടായി? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വന്നത്? ഇല്ല. റിറ്റോ, എടാ രാജീവ്, റിറ്റോ അവിടെ. എടാ വന്ന് നേരത്തെ വന്ന് പോയല്ല. എടാ സത്യം പറയടാ, റിറ്റോ അവിടെ. എടാ എനിക്കറിയില്ലടാ. എടാ വെറുതെ ഒളിപ്പിക്കാൻ ശ്രമിക്കണ്ട. എടാ നിനക്കറിയാം, നീ അവനെ വെറുതെ ഒളിപ്പിക്കാൻ സഹായിക്കാൻ ശ്രമിക്കല്ലേ. എടാ റിറ്റോ അവിടെ, എനിക്ക് റിറ്റോ എനിക്കറിയില്ലെന്ന്. എടാ ഞാനെന്തിനാ അവിടെ സഹായിക്കണത്? എടാ റിറ്റോ, അവൻ കൂടുതൽ ചതിച്ചടാ. എടാ എൻ്റെ ലൈഫ് എല്ലാം എന്നെ 5 വർഷം ഡീബാർ ചെയ്ത് കളഞ്ഞടാ. അതറിയോടാ, എൻ്റെ ദിവ്യം പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയടാ. എടാ അപ്പൊ എടാ ദിവ്യ എൻ്റെ അടുത്ത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞടാ. വേറെന്ത് പറയാനാടാ, ഞാൻ എല്ലാം കഴിഞ്ഞില്ലടാ. ദിവ്യക്ക് വേണ്ടിയാണ് എല്ലാം ഞാൻ ചെയ്തത്. ഇപ്പൊ ദിവ്യം പോയി എല്ലാം പോയി. അഞ്ച് വർഷത്തെ ഡീബാറിന് ശേഷം ഞാൻ ഡിഗ്രി എടുത്തു, PG ആയിരുന്നു. ബട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ് മൈൻഡിൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ശ്രീദേവിയെ പരിചയപ്പെട്ടത്. ശ്രീദേവിയോ? ഷീസ് സ്റ്റഡിയസ് ഗേൾ. ഞാൻ എൻ്റെ എല്ലാ കഥയും അവളോട് പറഞ്ഞു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അവൾ നല്ലൊരു മോട്ടിവേറ്ററാണ്. എടാ എനിക്ക് അവളിൽ കൂടുതൽ ഇടപെടിപ്പ് തോന്നിയത്, എടാ അവളിലെന്തോ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ആയി. കൊള്ളാം. ദിവ്യ പോയി, ഇപ്പൊ ശ്രീദേവി വന്നു. എടാ രാജീവേ, നിനക്കറിയില്ല, ശ്രീദേവിയുടെ ഒരു നല്ല ക്യാരക്ടറാണ്. എന്നാ നിനക്കുള്ള പ്രപ്പോസ് ചെയ്യാറുന്നില്ലേ?
ഞാൻ എൻ്റെ ഇഷ്ടം ശ്രീദേവിയോട് പറഞ്ഞു. പക്ഷേ ശ്രീദേവി ഒരു ഡിമാൻഡ് പറഞ്ഞു. എന്ത് ഡിമാൻഡ്? ഈ വരുന്ന PG എക്സാമിന് അവളെക്കാൾ കൂടുതൽ ഒരു മാർക്ക് മേടിച്ച എന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിച്ചു. അങ്ങനെ എക്സാമും കഴിഞ്ഞു. ഇന്ന് റിസൾട്ട് വരും നെറ്റിൽ 11 മണിക്ക്. 11 മണിയാ? എടാ സമയം എത്രേ? എടാ ശരിയാണോടാ, 11 മണിയാലോ. ശ്രീദേവിയുടെ ഹോൾ ടിക്കറ്റ് നമ്പർ എനിക്കറിയാം, എൻ്റെ അവൾക്കും. റിസൾട്ട് നൗ പ്രോസസ്സിങ്. വെയിറ്റ്, ഞാൻ നോക്കിക്കോളാം. റിസൾട്ട് വന്നടാ. യെസ്, ഞാൻ ജയിച്ചു. ബട്ട് ശ്രീദേവിയേക്കാൾ 2 മാർക്ക് എനിക്ക് കുറവാണ്. എടാ നീ പറഞ്ഞത് നിനക്ക് അവളേക്കാൾ മാർക്ക് കൂടുതൽ വേണമെന്നല്ലേ? യെസ്, യു ആർ റൈറ്റ്. ബട്ട് റിയൽ ഫാക്ട് പറഞ്ഞാൽ അവളെക്കാൾ മാർക്ക് കുറവ് മതി എനിക്ക്. ബിക്കോസ് ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിച്ചത് ശ്രീദേവിയാണ്. എൻ്റെ കരിയർ മാത്രം നോക്കി അവൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് റിയൽ ലവ് അല്ല. ബട്ട് ഇപ്പോൾ റിയൽ ലൈഫിൽ ഞാൻ ജയിക്കും, ചലഞ്ചിൽ തോറ്റാൽ. എടാ അതെങ്ങനെ ചലഞ്ച് തോരെന്ന് പറഞ്ഞ എന്തിനാ വേണ്ടെന്ന് വെച്ചാലോ? വെയിറ്റ്, മൈ കാൽക്കുലേഷൻ നെവർ മിസ്ഡ്. ശ്രീദേവി, റിസൾട്ട് വന്നെന്ന് മനസ്സിലായി. യെസ്, ഞാൻ ചലഞ്ചിൽ തോറ്റെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ശരി. എടാ അവൾ എന്ത് പറഞ്ഞു? എടാ ടെൻഷൻ എടുപ്പിക്കില്ല, പറ അവൾ എന്താ പറഞ്ഞേ? എടാ ശ്രീദേവി പറഞ്ഞു അവളിനി കാണാൻ വരണ്ട. എന്ത്? എടാ അവളുടെ അച്ഛനെ കണ്ട് കല്യാണം ഉറപ്പിച്ചോളാം. ഗുഡ് റിസൾട്ട്. താങ്ക് ഗോഡ്. എടാ സത്യമായിട്ടും? യെസ്, ട്രൂലി. കൺഗ്രാറ്റുലേഷൻസ്.